ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ കുറേ ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലേക്ക് പിന്നെ കുറേ ലെങ്ത്തൊക്കെ ആയിട്ടുള്ള വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ആ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ID ഇതാണ് കേട്ടോ. ഈ ID വന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അവിടെ ഇടാറുണ്ട്. നീ ഇൻസ്റ്റൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് വെക്കാം കേട്ടോ. പിന്നെ എന്നെ കാണുമ്പോൾ സമാധാനമാണ്, കാണാണ്ടാകുമ്പോൾ ഒരു ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലരൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ഉള്ളത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ എന്തെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? റമദാനൊക്കെ എങ്ങനെയുണ്ട്? റമദാനായിട്ട് ഞാൻ തീരെ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ എന്താ അങ്ങനെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് പറഞ്ഞു പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളിട്ടാ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സെറ്റില്ലേ, അത് കുറേ ആയി ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല പാത്രമാണ് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ താഴെയൊക്കെ നല്ല ക്ലീനാക്കി കൊടുത്ത് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കറൊന്നും പിടിക്കാത്ത നല്ല പാത്രമാണ് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ വന്നത് തന്നെ നിങ്ങൾ പരസ്യം ചെയ്യാനാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഗൾഫിൽ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡോ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ കോഡ് യൂസ് ചെയ്താൽ വെറും 10 ദിർഹംസിനും ചിലർക്ക് 5ഉം 6ഉം ദിർഹംസിനൊക്കെ ഒരു ഫുൾ സെറ്റ് പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 10 പീസ് സെറ്റ്, 12 പീസ് സെറ്റ്, 9 പീസ് സെറ്റ്, അങ്ങനെ ഫുള്ളായിട്ടുള്ള സെറ്റ് പാത്രം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നല്ല പാത്രം, നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് കേട്ടോ കിട്ടുന്നതും. അപ്പോൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എൻ്റെ താഴെ കൊടുക്കാം. ഒറിജിനൽ 200-300 ദിർഹംസിൻ്റെ പാത്രമാണ് കേട്ടോ. 150, 200, 300, 350 അങ്ങനെയുള്ള പാത്രമാണ്. പക്ഷേ എൻ്റെ ഡിസ്കൗണ്ട് കോഡും അവർ തരുന്നൊരു സ്പെഷ്യൽ കൂപ്പണോ യൂസ് ചെയ്തിട്ട് ഫസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത്രയും ഓഫറിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വാങ്ങിക്കേണ്ടവർ ആ ഒരു ഇത് മിസ് ചെയ്യണ്ടെന്ന് കരുതി പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഉള്ളിയും തക്കാളിയും അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ടൊരു ചോറ് ഉണ്ടാക്കിയിരുന്നു. ഒരു തൈര് കറിയും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ബീഫ് ഉണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി കഴിച്ചു. വെളുത്തുള്ളി നല്ലവണ്ണം ഇട്ടിട്ട് ഉള്ള അങ്ങനത്തെ ചോറ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ വന്നിട്ട്, എന്താ യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ കുറേ ടൈം ഇങ്ങനെ വീഡിയോ എടുക്കാനും അതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആക്കാനും. കുറച്ചു ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മോനായിട്ട് ഇങ്ങനെയുള്ള ടൈം ആകുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി എനിക്ക് എന്തെങ്കിലും കുറച്ച് ടൈം ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുന്നേ ഉള്ളൂ. ബർപ്പിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ വെച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നേണ്. ഞങ്ങൾ ഓൻ്റെ ഫീഡിങ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നൊന്നും കൊണ്ടേക്ക് എടുത്തൂല കേട്ടോ. കുറേ ടൈം ഈ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളതായ കുറച്ച് ടൈമുണ്ട് കേട്ടോ. ഓനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർ കെടുത്തോ. ഞാൻ എങ്ങനെ കെടുത്തിയാലും ഓനക്ക് ഇന്നെങ്ങനെ പറ്റി പിടിച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും ഓൻ ഇരിക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ബെഡുമ്പോൾ കണ്ട് കിടത്തുമ്പോൾ തീരെ ഇഷ്ടമല്ല കേട്ടോ. മേട്ടത്തുനിന്ന് ഇങ്ങനെ വേറിട്ട് പോകാത്ത പോലെ കാട്ടുവിട്ടോനെ. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ഇരിക്കും ചെയറിൽ. ഇറ്റാണ് കേട്ടോ. രാത്രി ഇടയിലുള്ള ഫീഡിങ്ങിലൊക്കെ തന്നെ കേട്ടോ പരിപാടി. അങ്ങനെ പിന്നെന്താ, അതൊക്കെ ഈ ടൈമൊക്കെ വേഗം പോകട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നേ. അങ്ങനെയൊക്കെ എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആയല്ല. അതന്നെ സമാധാനമാണ്. ഇപ്പോഴും എനിക്കൊരു വിശ്വാസം വരാത്ത പോലെ കേട്ടോ പല കാര്യങ്ങളും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനൊക്കെ നിങ്ങളോട് എല്ലാവരോടും സ്നേഹമുണ്ട്. ഞാൻ അപ്പോൾ നിങ്ങളെ വിശേഷം തിരക്കാനൊക്കെ വരാത്തതും നമ്മളെ വിശേഷങ്ങൾ അറിയിക്കാത്തതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ, അതാകുമ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോസ് എല്ലാം ഇടുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ
പിന്നെ ഈ പറഞ്ഞ പോലെ ഓനങ്ങനെ ഇരുത്തിയോ നല്ലോണം ഡീപ്പായിട്ട് അങ്ങോട്ട് ഉറങ്ങൂലേ, ആ സമയത്താണ് കൊണ്ടുപോയിട്ട് ബെഡിൽ കിടത്താൻ വേണ്ടിയിട്ട് നോക്കാറ് കേട്ടോ. അപ്പോഴും കണ്ടില്ല നിങ്ങൾ, ഓനിങ്ങനെ പറ്റി പിടിച്ചിട്ട് ഓനിങ്ങനെ ഇട്ട് ചുരുണ്ടോട്ടാണ് കിടക്കണ, ഇഷ്ടമല്ല കേട്ടോ ബെഡിലേക്ക് കിടത്തുന്നത്. അപ്പോൾ എനിക്കും ഒരു സങ്കടമാവും അങ്ങോട്ട് കിടത്താൻ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ എൻ്റെ അടുത്ത് തന്നെ കിടത്തി കൊടുക്കും. പൊന്നൂസേ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ അങ്ങനെയൊക്കെ. അപ്പോൾ പാത്രത്തിൻ്റെത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനിയിപ്പോൾ പെരുന്നാളും ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പാത്രം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 10 ദിർഹംസിന് പാത്രം എടുത്താൽ ബാക്കി 90 ദിർഹംസ് എന്നാലും ഉണ്ടാവും. ഒരു 100 ദിർഹംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ. അത് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. അതുവഴി നിങ്ങൾ കയറിയിട്ട് എൻ്റെ ഡിസ്കൗണ്ട് കോഡും യൂസ് ചെയ്ത് അവർ ഒരു കൂപ്പൺ തരും ഫസ്റ്റ് പർച്ചേസിന് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും, അങ്ങനെയൊക്കെ അത് വരും കേട്ടോ കൂപ്പൺ. അത് നോക്കിയാൽ മതി. പിന്നെ അവനക്ക് നല്ല ഇഷ്ടമാണ് ടൈർ കിടത്തം, ഇങ്ങനെ കവിളത്തോ അവൻ്റെ കവിളും വെച്ച് അങ്ങനെ കിടക്കണത്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ മൂക്ക് വെച്ച പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചാൽ അങ്ങനെ അല്ലാട്ടാ, നല്ലോണം കവിളിങ്ങനെ വെച്ചിട്ട് ആണ് കിടക്കുക കേട്ടോ അവന്. ഇപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, നല്ലോണം രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടാ. ഞാൻ അവനെ മലർത്തി കിടത്തിയാലോ ചെരിഞ്ഞിങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഒരു കുപ്പായ നല്ല ലൂസുണ്ട്. എന്താ പറയുക, മിറ്റൻസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇവർ മുടി കളയാത്ത കാരണം അവനിടക്ക് മുടി ഇങ്ങനെ നല്ല കരച്ചിലിങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയാണ്ട് കൈ ചിലപ്പോൾ അവൻ്റെ മുടിയുമ്പോൾ പോയി തട്ടിയിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ അറിയാണ്ട് പറിച്ചു കൂട്ടോനെ. പറിക്കാൻ മീൻസ് ഇങ്ങനെ വലിക്കും. അപ്പോൾ അതിന് മിറ്റൻസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അലക്കിയിടാൻ വെച്ചത് അലക്കാൻ വെച്ചതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം നോക്കിയപ്പോൾ പെട്ടെന്ന് ഇതാ കിട്ടിയത്. അങ്ങനെ ആകാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴേ എന്തോ ഒരു ലൂസാണ്. ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ലൂസ് ഉണ്ട് എന്നുള്ളത്. എന്നാലും വീഡിയോയിൽ കാണുമ്പോൾ കോമഡി ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ മാഷാഅല്ലാ ഫുള്ളായിട്ട് കവറുള്ള ഡ്രസ്സുകൾ വരുമല്ലോ, കൈക്കും കാലിനും അങ്ങനെയെല്ലാം കൂടെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെറുതായിട്ടുണ്ട്, ഇനി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നാൽ ഇൻഷാ അല്ലാ അതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ. പിന്നെ മുടി കളയാത്തത് എന്താണെന്ന് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തന്നെ എടുക്കണ്ട എന്നുള്ളതാണ്. ഹെയർ ഭയങ്കര ഹെഡ് ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ എടുക്കണ്ടെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് പറയണതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അറബി ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. 7-ന് എടുക്കുന്നത് സുന്നത്താണ്. പക്ഷേ നമ്മളെ ഒരു ഇതുപോലെ ഓൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ആക്കത്തിൽ എപ്പോഴേലൊക്കെ എടുത്താൽ മതി എന്നാണ് കേട്ടോ അവളും പറഞ്ഞത്. പിന്നെ എൻ്റെ ഡോക്ടറും പറഞ്ഞത് അതാണ് കേട്ടോ. ഡോക്ടർ 6 മാസമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചൂടൊക്കെയാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നീരിറക്കോ അങ്ങനെയൊന്നും വരാഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് കരുതുന്നത്. അതല്ല ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ വല്ല നീരിറക്കോ വേർക്കുന്ന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് മുടി എടുക്കണം എന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ തലക്കാട്ട് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിൽക്കൊക്കെ ഒന്ന് കംഫർട്ടാക്കിയിട്ട് ഒന്നുകൂടെ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ കുട്ടികളത് അലക്കുമ്പോൾ എപ്പോഴും കുട്ടികളെ അലക്കുന്ന പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അവർക്ക് വേണ്ടതൊക്കെ അവരുടെ ഐറ്റംസ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും അവൻ്റെ കുറച്ച് അലക്കിയിട്ടത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് എടുക്കണേ. ഇപ്പോൾ നമുക്ക് ബാൽക്കണി ഇല്ല കേട്ടോ. ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാൻ ഓൺ ചെയ്ത് 2 ദിവസമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുക. ഉണക്കി ഇങ്ങ് കൊണ്ടുവന്ന് ഇട്ടാലും ഉണങ്ങി കിട്ടും. എന്നാലും ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതാണ്. ഞാൻ അറിയാം, എനിക്ക് ബാൽക്കണി ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവനായപ്പോൾ എനിക്കൊരു ഇതാട്ടാ, വെയിൽ കൊള്ളാത്തതിന് ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു തോന്നലാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഓരറിയും ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ബാൽക്കണിയിൽ ഇട്ടാലും നിറയെ പൊടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ഉള്ളിലിട്ട് ഫാൻ ആക്കി ഓൺ ചെയ്യൽ തന്നെയാണ്, അങ്ങനെ ഉണക്കൽ തന്നെയാണ് എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ഈ എടുത്തേക്കുന്ന ഡ്രസ്സിൽ നിന്ന് പറഞ്ഞാൽ 3/4 ഭാഗം ഡ്രസ്സ് ഇനി ഇട്ട് കൊടുക്കാൻ പറ്റാത്തതിന് കേട്ടോ. ഒക്കെ ചെറുതായിട്ടുണ്ട്.
അങ്ങനെയൊക്കെ. പിന്നെന്താ, അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാത്രം വാങ്ങിക്കാനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും പെരുന്നാളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്ത ലിങ്കിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഈ ഒരു ഓഫർ മിസ് ചെയ്യേണ്ട. ഫസ്റ്റായിട്ട് വാങ്ങിക്കുന്നവർക്കാണ് വേറെ പർച്ചേസ് ചെയ്യാത്ത ഫോണും നമ്പറൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു അവസരം വേഗം മുതലാക്കിക്കോളിട്ടാൽ കുറേ സാധനം വാങ്ങിക്കാൻ പറ്റൊരു 100 ദിർഹംസ് ഉണ്ടെങ്കിൽ.